ശശികല ടീച്ചർ, ഇത് തുടർച്ചയായി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായി കേസെടുക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കേണ്ട നിലപാട്, ഉത്തരവാദിത്വപരമായ ഒരു നിലപാട് ഇതാണോ എന്ന ചിന്തയാണ് തുടർച്ചയായി നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അത് എന്താന്ന് പറഞ്ഞാല് അത് കോൺഗ്രസിന്റെ ജനിതക സ്വഭാവമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കാശ്മീരിനെ ഈ കോലത്തിൽ എത്തിച്ചത് കോൺഗ്രസ് ആണ്, അതിന്റെ നേതാക്കളുമാണ്. അവർക്ക് രാഷ്ട്രം എന്ന കാഴ്ചപ്പാട് അല്ലെങ്കിൽ അഖണ്ഡ ഭാരതം എന്ന കാഴ്ചപ്പാട് ഇല്ലാത്തതിന്റെ ബാക്കിയാണ്. നമുക്ക് രാഷ്ട്ര വിഭജനം തൊട്ട് നമുക്കറിയാം അവിടെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പാളിയിട്ടുണ്ട് എന്നുള്ളത്. അതിനപ്പുറമാണ് കാശ്മീരിനെ ഒരു പ്രശ്നബാധിത പ്രദേശമായി നിലനിർത്തിയതിന്റെ പ്രധാന പങ്ക്. കാശ്മീരിലെ തീവ്രവാദികളോടൊപ്പം തന്നെ അതിൽ കോൺഗ്രസിന്റെ പങ്ക് നമുക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല. കാശ്മീർ നഷ്ടപ്പെടുത്തിയതും കോൺഗ്രസ് ആണ്. നമുക്ക് ഈ പറഞ്ഞ കാശ്മീർ ഒരു വിഷയമായതും LOCക്ക് അപ്പുറം നമ്മുടെ ഭരണപരിധിയിലാണോ എന്നുള്ള അതൊക്കെ നമുക്ക് അത്തരമൊരു അവസ്ഥ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. അപ്പൊ കോൺഗ്രസിനെ കാശ്മീർ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് അവരിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു ആവശ്യമാണ്. അത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. കാരണം എന്നാലാണ് അവര് ലക്ഷ്യം വെച്ചത് കാശ്മീര് ഇത്തരത്തിൽ നഷ്ടപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കാശ്മീരിനെ പ്രശ്നബാധിതമായി നിലനിർത്തിയത്. നമുക്കറിയാം നമ്മുടെ പട്ടാളക്കാരാണ് രാജ്യവിഭജനം കഴിഞ്ഞ് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി വിഭജനത്തിന്റെ ആ ബഹളത്തിലൊക്കെയും കാര്യമായി നമുക്ക് ആയുധങ്ങളോ ഇതൊന്നും ഇല്ലാത്ത കാലത്തും നമ്മുടെ പട്ടാളക്കാർ ധീരമായി പാകിസ്ഥാൻ കടന്നുകയറ്റക്കാരെ പറഞ്ഞയച്ചിട്ടുണ്ട്, പാകിസ്ഥാനെ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് ആ കാശ്മീർ പൂർണ്ണമായി മോചിപ്പിക്കാൻ കഴിയുന്നതിന് മുമ്പ് ഐക്യരാഷ്ട്രസഭയെ ചെല്ലുകയും അത് പ്രശ്നമാക്കുകയും വെടിനിർത്തൽ നടത്തുകയൊക്കെ ചെയ്തിട്ട് കാശ്മീർ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചത് കോൺഗ്രസ് ആണ്. അപ്പൊ കോൺഗ്രസിന് ഇനി അത് തീരണമെങ്കിൽ ആ കാശ്മീർ നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് സമാധാനമുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരുടെ ഉള്ളിലിരിപ്പാണ് ഈ ഭൂപടത്തിലൂടെ പുറത്തു വന്നത്. അപ്പോൾ കേസെടുക്കണം എന്നുള്ളത് മൂന്നരത്തരം രാജ്യദ്രോഹമാണ് ചെയ്തത്. കേസെടുക്കണം, പക്ഷെ കേവലം കേസ് മാത്രമല്ല. കാരണം ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതൊരു ഭീകരവാദ പ്രസ്ഥാനമായിരുന്നുവെങ്കിൽ നമുക്ക് കേസോ അനന്തര നടപടികളോ മാത്രം മതിയായിരുന്നു. പക്ഷെ കോൺഗ്രസ് അങ്ങനെ ഒരു ഭീകരവാദ പ്രസ്ഥാനം അല്ല എന്നാണ് ജനങ്ങൾക്ക് മുന്നിൽ അവരിപ്പോ വേഷം കെട്ടി നിൽക്കുന്നത്. ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ വേഷമാണ്. അതുകൊണ്ട് തന്നെ അത് ജനാധിപത്യപരമായി ചർച്ച ചെയ്യണം. ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭാഗം അഖണ്ഡമായി നിലനിർത്തുന്നതിന് പകരം അതിനെ കഷ്ണം മുറിച്ച് ഇപ്പോഴും നഷ്ടപ്പെടുത്താവുന്ന ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവരിനിയും ജനാധിപത്യത്തിന്റെ പേരിൽ നമുക്ക് മുന്നിൽ വരാമോ? അപ്പൊ ഇത് ഒന്ന് കേസെടുക്കണം. മാതൃകാപരമായി തന്നെ. കാരണം സാധാരണ വ്യക്തികൾക്ക് പറ്റുന്ന തെറ്റല്ല ഇത്. വ്യക്തികൾക്ക് പറ്റുന്ന തെറ്റ് ഒരു പക്ഷേ കേസിലൂടെയോ ശിക്ഷയിലൂടെയോ നമുക്ക് ഒഴിവാക്കാം. ഇത് വ്യക്തികൾക്ക് പറ്റുന്നതല്ല, ഒരു പ്രസ്ഥാനം ബോധപൂർവം ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് രണ്ട് തരത്തില് ഇത് കേസെടുത്ത് രാജ്യദ്രോഹത്തിന് കേസെടുത്ത് അവരെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ രജിസ്ട്രേഷൻ വരെ ഇല്ലാതാക്കാന്നുള്ളതാണ്. കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കും ഇങ്ങനെയൊക്കെ. അപ്പൊ ആ നിലയിൽ അത് കേസെടുത്ത് മുന്നോട്ട് പോകണം. ഒപ്പം ജനാധിപത്യപരമായി ഇത് വളരെ വലിയ തോതിൽ ചർച്ച ചെയ്യണം. ഇനി ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് ജനങ്ങളെ സമീപിക്കാനുള്ള അവകാശം ഉണ്ടോ എന്ന നിലയിൽ തന്നെയാകണം മാറ്റാത്ത.